പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രവും വേദയും കൂടെ രാത്രിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെടേണ്ട വന്ന്, നിൻ്റെ നല്ല ജീവിത സൗകര്യങ്ങൾ, നല്ല ഒരാളെ കല്യാണം കഴിക്കാനുള്ളത് അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് എന്ത് ലാഭമാണ് ഉണ്ടായെന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ വിക്രത്തെ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, അത് ഞാൻ പറയാം, നമുക്ക് കുറച്ച് നടന്നതിന് ശേഷം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, ഈ രാത്രിയില്ല എന്താ, രാത്രി നടന്നാൽ എന്ത് പറ്റും, രാത്രിയിലല്ലേ നടക്കേണ്ടത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൈ പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, വിക്രം നിർബന്ധമായി എന്നെ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവരൊക്കെ നടത്തുന്ന ഒരു നാടകത്തിൽ ഒരു കഥാപാത്രമായി മാത്രം മാറിയനെ, ഒന്നും അറിയാതെ ഒരു കോഴിയായി മാറിയനെ. ഇവരെല്ലാം ദർശനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനിരുന്നത് എൻ്റെ പേരിലുള്ള സ്വത്ത് മോഹിച്ചായിരുന്നു. അതെനിക്ക് അറിയാതായി പോയനെ. ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ എല്ലാവരുടെയും മുഖം മൂടി വലിച്ച് പുറത്തിടാൻ പറ്റിയത് എന്ന് വേദ ചോദിക്കുകയാണ്. മാത്രവുമല്ല, എൻ്റെ അമ്മ ജീവിക്കുന്ന പോലെ ആ സാരിയൊക്കെ ഉടുത്ത് ഒരു വീട്ടിൽ സാധാരണ വീട്ടമ്മയെ പോലെ ഒതുങ്ങിക്കൂടി പോയേനെ. എൻ്റെ ജീവിതം വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു ജീവിതമായിരുന്നു. വിശ്വാസങ്ങളെ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾ മാത്രമായിരുന്നു. എന്താണോ പുറംലോകത്തെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വഭാവമുണ്ടെന്നോ എനിക്കൊന്നിനെയും കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചിരുന്ന ആൾ. കുറേ വിശ്വാസങ്ങൾ മാത്രമേ എനിക്കുള്ളായിരുന്നു. ഇത്രയും തൻ്റെ ഇടമില്ലായിരുന്നു എന്ന് പറയണം. അപ്പം അതിനുശേഷമാണ് എനിക്ക് തൻ്റെ ഇടം വന്നതും എല്ലാവരുടെയും മുന്നിൽ ബോൾഡായിട്ട് നിൽക്കാനുള്ള ഒരു ധൈര്യമൊക്കെ വന്നതെന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, അങ്ങനെ ഒരു ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും എൻ്റെ വീട്ടിൽ അന്ന് രാത്രി വന്ന് നിൽക്കുമായിരുന്നു എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അന്ന് ഞാൻ വന്ന് നിൽക്കാനുള്ള കാരണം അത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള എൻ്റെ കടമയായിരുന്നു. ദൈവമാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് വിക്രത്തിനടുത്ത് പറയാണ്. അന്ന് ഞാൻ രാത്രിയിൽ ഉറങ്ങി കിടന്നപ്പോൾ സ്വപ്നം കണ്ട കാര്യമൊക്കെ വേദ പറയുകയാണ്. ആ സ്വപ്നത്തിൽ ഭഗവാൻ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു, ഒരു ജീവൻ രക്ഷിക്കാൻ നീ അവിടെ ഉണ്ടായിരിക്കാൻ വേണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അന്ന് വിക്രത്തെ തേടി വന്നത്, വിക്രത്തെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത്. ഒരിക്കലും ഇങ്ങനെ ആവണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അതൊന്നും ആലോചിച്ചല്ല ഞാനന്ന് വന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്ന് പറയുകയാണ് വേദ വിക്രത്തിൻ്റെ അടുത്ത്. ഒരു ജീവിതം ഞാൻ ദർശനെ വിവാഹം കഴിച്ച് അവർ പറയുന്ന പോലെയൊക്കെ ജീവിച്ചായിരുന്നെങ്കിൽ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോടത്ത് ഇങ്ങനെ ധൈര്യത്തോടെ പെരുമാറാനൊന്നോ ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. ഞാനും പഴയതുപോലെ അന്നത്തെ ആ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ വിക്രം എന്നെ വിവാഹം കഴിച്ചോടെ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് നിൽക്കാനൊരു ധൈര്യം കിട്ടി. മാത്രവുമല്ല, അച്ഛനും അമ്മയും വിക്രത്തിൻ്റെ കുടുംബവും ഇങ്ങനെയുള്ള ആൾക്കാർ സ്നേഹം കൊണ്ട് ഒരു മുന്നോട്ട് കൊണ്ടുപോകാമെന്നും എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന വിക്രത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കാശ്, മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അതിൽക്കാക്കി കൂടുതൽ ഞാൻ വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, നീ കൈ പിടിച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആയുസറ്റ് പോകുന്ന ഒരാളുടെ കൈ പിടിച്ചല്ലേ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, എനിക്കൊരു ഭയവും ഇല്ല. അങ്ങനെ സാരപ്പെട്ട ആളുടെ കയ്യിലൊന്നും അല്ലല്ലോ ഞാൻ ചേർന്ന് നിൽക്കുന്നത്. എനിക്കറിയാം വിക്രം എന്നെ ചേർത്ത് പിടിക്കുമെന്ന്. അതുകൊണ്ട് എനിക്കൊരു ഭയവും ഇല്ല. ഇപ്പോഴാണ് എൻ്റെ ജീവിതം എന്താണെന്നും ജീവിതം ആസ്വദിക്കാൻ ഞാൻ തുടങ്ങിയതെന്ന് പറയുകയാണ്. അന്ന് ആ ദർശനമായിട്ടുള്ള വിവാഹം നടക്കാഞ്ഞത് എന്തുകൊണ്ട് നല്ലതായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു. അപ്പം വിക്രം പറയാണ്, അത് ഈ ജീവിതം ജീവിച്ച് തുടങ്ങിയത് കൊണ്ട് നിനക്ക് തോന്നുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഒരിക്കലുമല്ല. ഇപ്പം ഞാൻ ഈ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. വിക്രം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഭാഗ്യമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ വേദ വിക്രത്തിനോട് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറേ സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്.